സാധാരണ കോയ കോളിങ്ങിലേക്ക് വിളിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ 4 തെറി പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് 10 ഇരട്ടി തിരിച്ച് വാങ്ങി പോകാറാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തെ സാർ എന്ന് വിളിച്ച് സംസാരിച്ചു. അതിനെ തുടർന്നാണ് നമ്മൾ തമ്മിൽ സൗഹൃദം രൂപപ്പെട്ടത്. സത്യം പറഞ്ഞാൽ ആരിഫ് ഹുസൈന് പെട്ടുപോയത് ഇയാളുടെ മുന്നിലാട്ടോ, ഈ ഒരു മതപണ്ഡിതന്റെ മുൻപിലാണ്. ആരിഫ് ഹുസൈന് തെറി വിളിക്കുന്ന, പ്രകോപിക്കുന്ന, കണ്ണീ കണ്ട വാക്കുകൾ പ്രയോഗിക്കുന്ന മുസ്ലിംസെ, നിങ്ങൾ പടച്ച റബ്ബിനെ അറിഞ്ഞവനല്ലെന്ന് ഈ ജലാലുദ്ദീൻ ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നു. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. ആരിഫ് ഹുസൈന്റെ കോയാക്കോളിലേക്ക് ഒരു ഉസ്താദ് വിളിക്കുക. ആ കോയാക്കോളിന്റെ ആനിവേഴ്സറിക്ക് ജലാലുദ്ദീൻ ഉസ്താദ്, കണ്ണൂരിലെ ഉസ്താദിന്റെ മനോഹരമായ ചില മറുപടികൾ. സത്യം പറഞ്ഞാൽ ആരിഫ് ഹുസൈന് പെട്ടുപോയത് ഇയാളുടെ മുന്നിലാട്ടോ, ഈ ഒരു മതപണ്ഡിതന്റെ മുൻപിലാണ്. സൂഫി സാന്നിധ്യമുള്ള സുന്ദരനായ ഒരു ഉസ്താദ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ മുസ്ലിങ്ങളും കൂടി പാലിക്കണം. ആരിഫ് ഹുസൈന് തെറി വിളിക്കുന്ന, പ്രകോപിക്കുന്ന, കണ്ണീ കണ്ട വാക്കുകൾ പ്രയോഗിക്കുന്ന മുസ്ലിംസെ, നിങ്ങൾ പടച്ച റബ്ബിനെ അറിഞ്ഞവനല്ലെന്ന് ഈ ജലാലുദ്ദീൻ ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നു. സാധാരണ കോയ കോളിങ്ങിലേക്ക് വിളിക്കുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ 4 തെറി പറഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് 10 ഇരട്ടി തിരിച്ച് വാങ്ങി പോകാറാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തെ സാർ എന്ന് വിളിച്ച് സംസാരിച്ചു. അതിനെ തുടർന്നാണ് നമ്മൾ തമ്മിൽ സൗഹൃദം രൂപപ്പെട്ടത്. പക്ഷെ എനിക്ക് ചില സൗഹൃദങ്ങൾ നഷ്ടപ്പെടാൻ അത് കാരണമായി. സൂഫി ചിന്താഗതി എന്ന് പറഞ്ഞാൽ എതിരാളികളോട് സ്നേഹത്തോടെ സംസാരിക്കുക എന്നതാണ്. പ്രബോധനത്തിന് ഏറ്റവും നല്ല ഭാഷ ഉപയോഗിക്കുക എന്നതാണ് ഖുർആനിന്റെ അധ്യാപനം. യുക്തിവാദികളാകട്ടെ, ഏത് ആളുകളാകട്ടെ, ഏത് ചിന്താഗതിക്കാരാകട്ടെ, അവരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുന്നത്, ഞങ്ങൾ കാണിക്കുന്ന സ്നേഹം ഒരിക്കലും അഭിനയമല്ല. ഞങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഉള്ളിന്ന് വരുന്നത്. അതുകൊണ്ടാണ് അത് ഇത്രമാത്രം ഈ സൗഹൃദം ഇത്രമാത്രം രൂപപ്പെട്ടത്. ഒരു ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ എന്റെ വാക്കുകൾ ഉപകരിച്ചേക്കാം എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഞാൻ കോയ കോളിങ്ങിലെ പരിപാടിയൊക്കെ കണ്ട് എന്നെ തെറ്റിദ്ധരിച്ച എത്രയോ ആളുകൾ, ഞാൻ മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിലെ ആളുകൾ, അല്ലെങ്കിൽ ഞാൻ മുമ്പ് പഠിപ്പിച്ച വിദ്യാർത്ഥികളായ പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു മൊയ്ലാര് വേഷം കെട്ടിയതാണ്, വെറുതെ സംസാരിക്കുകയാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ മൊയ്ലാര് കൂറ് മാറിപ്പോയി എന്ന രീതിയിലൊക്കെ എന്നെ തെറ്റിദ്ധരിച്ച ധാരാളം ആളുകളുണ്ട്. ആ തെറ്റിദ്ധാരണ നീക്കണം എന്ന ഒരു ഉദ്ദേശം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ഞാൻ വന്നത്. കാരണം അന്ന് സംഭവിച്ചത് എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടും നിങ്ങളെ ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അറിയാതെ അള്ളാഹുവിനെ ആരാധിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരിൽ നിന്നാണ് നിങ്ങൾക്ക് മോശമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ വിമർശിക്കുന്ന ഒരാളോട് ഒരിക്കലും ദേഷ്യം ഉണ്ടാവില്ല. കാരണം അവനെ അള്ളാഹിനെ അറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിമർശനം. അത് അറിയുമ്പോൾ അവൻ തിരിച്ചു വരും, നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ വെറുക്കാത്തത്, സൂഫികൾ ആരും നിങ്ങളെ വെറുക്കാത്തത് എന്നുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമിനെയും അള്ളാഹുവിനെയും മുഹമ്മദ് നബിയും ഒക്കെ വിമർശിക്കുമ്പോഴും ആ വിമർശിക്കാനുള്ള ഊർജ്ജം, അതിനുള്ള ആരോഗ്യം, അത് ഒരു ശ്വാസം പോലെ നിങ്ങൾക്ക് തരുന്നത് ആരാണ്? അള്ളാഹു തന്നെയാണ്. ഒരാളോടും സംവാദം നടത്തിയിട്ടല്ല ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത്. സൂഫികൾ ആരും സംവാദം നടത്തിയിട്ടല്ല ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. മുഹമ്മദ് നബി ആരുമായിട്ട് സംവാദം നടത്തിയിട്ടല്ല ജനങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത്. ആരിഫ് ഹുസൈനെ വിളിക്കുന്ന വാക്കുകൾ, മഹാനവർകൾ, ഒരു മുസ്ലിമായ, സുന്നിയായ, സൂഫിയായ, സൂഫി പാരമ്പര്യമുള്ള, സൂഫി ചിന്തയുള്ള ജലാലുദ്ദീൻ ഉസ്താദ് അല്ല, ഈ ഉസ്താദ് ആരിഫ് ഹുസൈനെ വിളിച്ച വേർഡാണ് മഹാനവർകൾ. എങ്ങനെ വിളിക്കാൻ കഴിയുന്നത്? അതാണ് അള്ളാന്റെ റസൂലുള്ളാന്റെ റഹ്മത്ത്. വിമർശകരോട് പോലും മാന്യമായ ഭാഷ. ഇവിടുത്തെ മുസ്ലിങ്ങൾ പഠിക്കണം ശരിക്ക്, എങ്ങനെ ആരിഫ് ഹുസൈനോട് സംസാരിക്കണം. ഈ ഒരു ജലാലുദ്ദീൻ ഉസ്താദ് എത്ര സുന്ദരമായിട്ടാണ് സംസാരിക്കുന്നതെന്നറിയോ? എങ്ങനെ കഴിയുന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് സൂഫിയാക്കളുടെ അറിവ് ആ മൂപ്പരുടെ കയ്യിലുണ്ട്. റസൂലുള്ള ആരാണെന്ന് കൃത്യമായിട്ട് പറയുന്നു. ഇന്നത്തെ കുറെ മുസ്ലിങ്ങളുണ്ട് ആരിഫ് ഹുസൈൻ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് പച്ചത്തെറി പറയുന്ന ആളുകൾ. ആരിഫ് ഹുസൈൻ അതേ നിലവാരല്ലേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി. ഇതാണ് കൽക്കണ്ടം, ഇതാണ് കരളിന്റെ കഷ്ണം. ഇത്രയും സുന്ദരമായിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്താം. അപ്പൊ തന്നെ ആരിഫ് ഹുസൈൻ ആ റെസ്പെക്ട് കാണിക്കുന്നു. പള്ളിക്കുള്ളിൽ മൂത്രമൊഴിച്ച് വൃത്തികേടാക്കിയോട് പോലും കരുണ കാണിച്ച ഹബീബായ നബിയുടെ അനുയായി എങ്ങനെയാവേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ചൂണ്ടിക്കാണിക്കും, ഇതാ ഈ ജലാലുദ്ദീൻ ഉസ്താദിനെ പോലെയാണ്. ഇനി ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിലക്ക് ഇതുപോലത്തെ മതപണ്ഡിതന്മാരെ ആരിഫ് ഹുസൈൻ നിങ്ങൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കേരളത്തില് നിങ്ങൾ ഈ കോയ കൊളിങ്ങ് നിൽക്കും. ഇതുപോലെയുള്ള ആളുകളുടെ ഉള്ളുകളിലേക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം പോകും. പ്രവാചകനായ മുഹമ്മദ് നബി പറഞ്ഞ ഒരു വാക്ക്, ഞാൻ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ എന്ത് പറഞ്ഞു? ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെയാണ് എന്ന് നബി പറഞ്ഞു. നിങ്ങൾ എന്ത് വിചാരിച്ചു? മുഹമ്മദ് നബി സ്ത്രീ ലംബടനാണ്, കണ്ടോ ഇയാൾ ഇങ്ങനെ പറയുന്നു, ഒരു നാണമില്ലാതെ പറയുന്നു എന്നങ്ങ് പറഞ്ഞു വരുത്തി. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? 6-ാം നൂറ്റാണ്ടിലെ ആളുകൾക്ക് ജനിച്ചത് പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ആ കുഞ്ഞിനെ കുഴിച്ചു മുടിയുന്ന ആളുകളായിരുന്നു. അവർക്ക് മുമ്പിൽ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളെയാണ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഒരു വിപ്ലവകാരിയുടെ വാക്കുകളായിരുന്നു. അതാണ് നിങ്ങൾ ഏറ്റവും ക്രൂരമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വെക്കുകയും ചെയ്തു. ഇവിടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ മാറുന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് സംസാരിച്ചിരുന്ന കാലത്ത് ജനങ്ങൾക്ക് പ്രവാചകൻ തന്നെയായിരുന്നു അവർക്ക് ഖുർആൻ, പ്രവാചകൻ തന്നെയായിരുന്നു അവർക്ക് കിതാബുകൾ. ഇക്കണ്ട കിതാബുകളൊന്നും അന്നില്ലായിരുന്നു. 1,00,000-ലധികം സഹാബികൾ കിതാബ് നോക്കിയിട്ടല്ല നീ പൊടിച്ചത്, മനുഷ്യരൂപത്തിലുള്ള ആ കിതാബ് നോക്കിയിട്ടാണ്. മനുഷ്യരൂപത്തിലുള്ള കിതാബായിരുന്നു മുഹമ്മദ് നബി, മനുഷ്യരൂപത്തിലുള്ള ഖുർആനായിരുന്നു മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബിയിലൂടെയാണ് അവർ ദീനിനെ പഠിച്ചത്.
എന്നിട്ട് അവർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായില്ല. 12 കല്യാണം നബി കഴിച്ചിട്ടും അവർക്ക് നബിയെ വെറുക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് നബിയെ സ്നേഹിക്കാൻ കഴിഞ്ഞു. കാരണം നബി എന്താണ് എന്ന് അവർ മനസ്സിലാക്കി. നബി എന്താണ് എന്ന് മനസ്സിലാക്കിയ സമൂഹം നബിയുടെ കൂടെ നിന്നു. എന്നാൽ ഇന്ന് 1400 കൊല്ലങ്ങൾക്ക് ശേഷം ചില ആളുകൾ ഗ്രന്ഥങ്ങളിലൂടെ, കിതാബുകളിലൂടെ നബിയെ പഠിക്കാൻ നോക്കിയപ്പോൾ തെറ്റി. അപ്പൊ ചിലർക്ക് തോന്നാണ് എവിടെയോ എന്തൊക്കെ തകരാറുണ്ട്. ഇവിടുന്ന് നമ്മൾ 1400 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ മൈക്രോസ്കോപ്പ് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് എവിടേക്കോ തകരാറുണ്ട്, മുഹമ്മദിന് എന്തൊക്കെ പ്രശ്നമുണ്ട്. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. കാരണം മുഹമ്മദ് നബിയെ അറിയുന്ന ആളുകൾ, അക്കാലത്ത് എത്രയോ ബുദ്ധിജീവികളായ ആളുകൾ നബിയെ അന്ധമായി ഫോളോ ചെയ്യാൻ കാരണം എന്താണ്? നബിയുടെ സ്വഭാവ ഗുണം അവർ മനസ്സിലാക്കി. ആ കണ്ടതല്ല നബി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായിരുന്നു. അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ദാലിക്കൽ കിതാബിൽ ആ റൈബ ഫിഹി എന്ന് പറഞ്ഞത് ആ കിതാബിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ പരിഭാഷ വായിക്കും തോറും അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി വരുന്ന ഈ കിതാബ്, ഈ ഗ്രന്ഥത്തെ പറ്റിയല്ല. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫിഹി, അതാണ് ഗ്രന്ഥം എന്ന് പറയും. ഇതാണ് ആ ഗ്രന്ഥം, ഇതാണ് ആ ഗ്രന്ഥം എന്ന് പറയും. ഇത് ഹാദൽ കിതാബ് എന്നല്ല പറയേണ്ടത്. ദാലിക്കൽ കിതാബ് മനുഷ്യരൂപത്തിലുള്ള ആ കിതാബിനെ കുറിച്ചാണ്. ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കുന്ന കിതാബ് ആ കിതാബാണ്. ഖിയാമത്ത് നാളെ പോകുമ്പോൾ ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന പറയുന്ന കിതാബ് ഈ മുസ്തഫുകളല്ല. ഈ മുസ്തഫുകൾ ആകാശത്തേക്ക് ഉയർന്നതല്ല. ഇവിടെ മഹാന്മാർ ഇല്ലാതാകും, സൂഫിയാക്കൾ ഇല്ലാതാകും എന്നാ പറഞ്ഞത്. അപ്പം പ്രവാചകന് ശേഷം ആ ദൗത്യം ഇവിടെ നിലനിൽക്കുന്നത് സൂഫി ഗുരുക്കന്മാരിലൂടെയാണ്. കിതാബ് നോക്കിയാൽ അതിൽ മൊത്തത്തിൽ ഒരുപാട് നിയമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അത് എല്ലാവർക്കും എല്ലാ നിയമങ്ങളും ഫോളോ ചെയ്യാനുള്ളതല്ല. ഈമാൻ കാര്യങ്ങളിൽ തന്നെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് എല്ലാവരോടും അല്ല, ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞത് എല്ലാവരോടും അല്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതല്ല. ഒരു ഡോക്ടർക്ക് ഒരു മരുന്നിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ അതിൽ പറയുന്ന മരുന്ന് എല്ലാവർക്കും ഉള്ളതല്ല. ഒരു മെഡിക്കൽ ഷോപ്പിലുള്ള എല്ലാ ഗുളികകളും എല്ലാവർക്കും ഉള്ളതല്ല. അത് ആർക്ക് എന്ത് ചെയ്ത് എങ്ങനെ എന്ന് കൃത്യമായി നിർവചിക്കാൻ പറ്റുന്ന സമർത്ഥനായ ഡോക്ടറുടെ കുറിപ്പോട് കൂടി നമ്മൾ മരുന്ന് വാങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും അപ്പോൾ നിർണ്ണയിച്ചു തരാൻ പറ്റുന്ന ഒരു ആത്മീയ ഗുരു നമുക്ക് വേണം. അങ്ങനെ ഒരു ഗുരു ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ YPH പോകാൻ കാരണം. ഇവിടെ മാതാവിനെ തന്നെ എന്തൊക്കെയാണ് വിമർശിക്കുന്നത്. ഇപ്പോ മഹാനവർഗരുടെ ഒരു പോസ്റ്റ്, സ്വന്തം മാതാവ് മരിച്ചപ്പോ അദ്ദേഹം അതിലോകത്തെ അറിയിച്ചവരുകൾ കണ്ടില്ലേ, എന്റെ മാതാവ് ഹൂറന്മാരെ കള പോയത്. മാതാവ് അദ്ദേഹത്തോട് ചെയ്തത് ഒരു പക്ഷെ അനീതിയാണ് എന്ന് തോന്നുന്നുണ്ടാകാം. പക്ഷെ മാതാവിന്റെ ഒരു ജീവിത പശ്ചാത്തലവുമായി അങ്ങനെ പറയാനേ കഴിയോ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, എന്റെ ആശയത്തിൽ അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്നൊക്കെ മാതാവ് പറഞ്ഞിട്ടുണ്ടാകാം. അതൊക്കെ മാതാവിനെ മനസ്സിലായി. അത് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടും കുട്ടിക്കാലം മുതൽ അനുഭവിച്ച ആ വേദനയുടെ ഒരു പ്രശ്നമായിരിക്കാം അങ്ങനെ എഴുതാൻ അദ്ദേഹത്തിന് തോന്നിപ്പിച്ചത്. എന്നാലും അങ്ങനെയൊക്കെ എഴുതുമ്പോൾ അതൊരു ധാർമ്മികതയാണോ? അപ്പൊ നിങ്ങൾ പറയാറുണ്ട് മതമില്ലെങ്കിലും ഞങ്ങൾ ധാർമ്മികരായി ജീവിക്കുന്നു. ഇതെന്ത് ധാർമ്മികതയാണ്? എന്ത് ധാർമ്മികമായ ഒരു സന്ദേശമാണ് ഈ ലോകത്തിന് ഇത്രയും വലിയൊരു അനുയായികളുള്ള ഒരു നേതാവ്? ഇത് വലിയ അനുയായികൾ തന്നെയാണ്. കാരണം 10 ലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടി സമ്മേളനം നടത്തലല്ല നേതാവിന്റെ കഴിവ്. 10 ആളുകളാണെങ്കിൽ ആ 10 ആളുകളെ കേഡറായിട്ട് ഇങ്ങനെ ഇരുത്താൻ കഴിയാന്ന് പറഞ്ഞാൽ അത് സംഭവം തന്നെയാണ്. ഇവിടെ അണികൾക്ക് കൊടുക്കുന്ന ആ സന്ദേശം അത് വളരെ ക്രൂരമായൊരു സന്ദേശമായിപ്പോയി. അത്തരം പരിപാടികൾ പിന്മാറണം. അത് എനിക്ക് പറയാനുള്ളൊരു അപേക്ഷയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ കോയ കോളിങ്ങിലേക്ക് വിളിക്കുന്ന ആളുകൾ പലതരക്കാരുണ്ടാവും. ഒരു സമൂഹത്തോട് സംസാരിക്കാൻ കടപ്പെട്ട ഒരാൾ ആരാകട്ടെ, ഒരു നേതാവ് എപ്പോഴും അവരുമായി ബന്ധപ്പെടുന്ന ആളുകളെ ഏറ്റവും അപ്രസിറ്റ് ചെയ്ത് സംസാരിക്കാവും. പല ജാതി ആളുകളെ പല വിദ്യാഭ്യാസം കൊണ്ടും പല രീതികളും പല ചിന്താധിക്കാരും നമ്മെ വിളിക്കും. അവ വിളിക്കുന്ന ആളുകളോടൊക്കെ മാന്യമായി സംസാരിക്കുക. ഒരു സൂഫിയെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾ ഇസ്ലാമിന്റെ നടുക്കഷ്ണായി മാറുമായിരുന്നു. ഇതേപോലെ എന്നിലെ ചോദ്യങ്ങൾ ഇല്ലാതാക്കിയത് സൂഫിയാണ്. സൂഫികളെ മനസ്സിലാക്കുക, അള്ളാനെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും. അങ്ങനെ മടങ്ങി വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അവർ കൃത്യമായിട്ട് പറഞ്ഞില്ലേ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, കിതാബ് ഖുർആനല്ല, ഹബീബായ റസൂലുള്ള, ആ റസൂലുള്ളാഹിന്റെ അനന്തരാവകാശമുള്ള സൂഫിയാക്കൾ, ആ മഹാന്മാർ, മശായിഖന്മാർ, അവരാണ് ഖുർആനെ വ്യാഖ്യാനിക്കേണ്ടത്. എത്ര സുന്ദരമായിട്ടാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത്. എനിക്കൊരുപാട് സന്തോഷം. ഇതുപോലെയാണ് യഥാർത്ഥ സൂഫി ഇസ്ലാം. ഈ ഇസ്ലാമിനെ നിങ്ങൾ പരിചയപ്പെട്ടിരുന്നില്ല ആരിഫ് ഹുസൈൻ, നിങ്ങൾ എന്തെങ്കിലും സത്യമതം പുൽകിയിട്ടുണ്ടാവും. നിങ്ങൾ ഈ വിമർശനങ്ങളൊക്കെ ഒഴിവാക്കും. നിങ്ങൾ എക്സ് മുസ്ലിം എന്നുള്ളതൊക്കെ മാറിയിട്ട് എക്സ് മുസ്ലിം എന്നാവും. അതിൽ നിങ്ങൾ യഥാർത്ഥ സന്ദേശം കിട്ടട്ടെ. ഇതുപോലെ വേണം പ്രബോധകരെ. അല്ലാതെ കുറെ വാഗ്വാദങ്ങളും തെറി വിളിച്ചും ആക്ഷേപിച്ചിട്ടും അല്ല നിങ്ങൾ വാഗ്വാദം നടത്തേണ്ടതും ചർച്ച നടത്തേണ്ടതും സംവാദം നടത്തേണ്ടതും. ഇതാണ് സൂഫിയാക്കളുടെ ഇൽമ് കയ്യിലുള്ള യഥാർത്ഥത്തിലുള്ള ഹക്കായ ത്വരീഖത്തിന്റെ ഒരാളാണ് ഈ ഉസ്താദ്. എനിക്ക് മനസ്സിലായി. ഈ ഉസ്താദ് എനിക്കറിയില്ല, ഞാൻ ആദ്യം കാണുന്നത്. ഈ കോയ കോളിംഗ് ഒക്കെ വിളിക്കണ ഉസ്താദ് മോശക്കാരാണ്, വെറുതെ ഇസ്ലാമിനെ പറയിപ്പിക്കുന്നവരാണെന്ന് ഞാൻ കരുതിയിരുന്ന ഒരാളാണ്. എൻ്റെ ആ തെറ്റിദ്ധാരണ നീങ്ങിക്കിട്ടി. ഈ ഉസ്താദിനോളം പണ്ടമുള്ള ഒരു ഉസ്താദ്. അൽഹംദുലില്ലാ, ഇങ്ങനെ വേണം ഉസ്താദുമാരായാൽ. എന്താണ് ഈ പറയുന്ന കാര്യങ്ങളെ? എൻ്റെ പൊന്നുമക്കൾ, ആരിഫ് ഹുസൈന് തലതാഴ്ത്തി പോവാണ്. കാരണം ഹക്കായ കാര്യങ്ങളാണ് ഉസ്താദ് പറയുന്നത്. എന്തായാലും ഈ ഒരു ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.